ഏറ്റവും അധികം പഴി കേൾക്കുന്നത് EVM ആണ്. തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പ്രതിപക്ഷം എന്നും പഴിക്കുന്നത് വോട്ടിംഗ് മെഷീനെ. അദ്ദേഹമാണത്രേ BJPയെ ജയിപ്പിക്കുന്നത്. കേന്ദ്രത്തിൽ മോദിയെ ജയിപ്പിച്ചു, UPയിൽ ജയിപ്പിച്ചു, രാജസ്ഥാനിൽ ജയിപ്പിച്ചു, മധ്യപ്രദേശിൽ ജയിപ്പിച്ചു, ഹരിയാന, ഗോവ, ത്രിപുര അങ്ങനെ എവിടെയൊക്കെയോ BJP ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു EVM. ഡൽഹിയിലും പഞ്ചാബിലും ആപ്പ് ജയിച്ചതെങ്ങനെ? കേരളത്തിൽ LDF ജയിച്ചതെങ്ങനെ? കർണാടകയിൽ കോൺഗ്രസ് ജയിച്ചതെങ്ങനെ? 2014 മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോഴല്ലേ തെരഞ്ഞെടുപ്പ് നടന്നത്? പിന്നെങ്ങനെ BJP കൃത്രിമം കാണിക്കും? ചോദ്യം ന്യായമാകാം, പക്ഷെ ചോദിക്കുന്നവനെ സംഖ്യയാക്കും. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ EVMന്റെ പേരുദോഷം മാറി. BJPക്ക് തനിച്ച് കേവല ഭൂരിപക്ഷമില്ല, ആശ്വാസമായി. ആനന്ദ നൃത്തം ചെയ്തു ഇന്ത്യ നേതാക്കൾ. മാത്രമല്ല കോൺഗ്രസിന് 99 സീറ്റ് കൊടുത്തു EVM. ആനന്ദം ഡബിളായി. പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനം കിട്ടുമല്ലോ. കഴിഞ്ഞ 10 വർഷം അതുപോലും കൊടുത്തില്ല EVM. തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും വെറുതെ ഇരിക്കാൻ പാടുണ്ടോ? മോദിയെ കെട്ടിക്കെട്ടിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തതല്ലേ. പ്രധാനമന്ത്രിയാകാൻ വേണ്ടി മാത്രം ജനിച്ച രാഹുൽ ഗാന്ധി ഡബിൾ MP ആയി കാത്തിരിക്കുകയല്ലേ. BJPയുടെ സഖ്യകക്ഷികളായ നിതീഷിനെയും ചന്ദ്രബാബു നായിഡുവിനെയും ചൂണ്ടയിട്ട് കോൺഗ്രസ്. പ്രധാനമന്ത്രിയാക്കാം, ഉപപ്രധാനമന്ത്രിയാക്കാം, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു നോക്കി. പക്ഷെ അവരാ ചൂണ്ടയിൽ കൊത്തിയില്ല, വിദഗ്ധമായി ഒഴിഞ്ഞുമാറി. മാത്രമല്ല ഉറക്കെ പ്രഖ്യാപിച്ചു, ഞങ്ങൾ NDAയിൽ ഉറച്ചു നിൽക്കുന്നു, പിന്തുണ മോദിക്ക്. കുത്തിത്തിരിപ്പ് വലിച്ചില്ല. സ്വപ്നം തകർന്ന് നിരാശയുടെ പടുകുഴിയിലായി കോൺഗ്രസ്. ഇനി എന്ത് ചെയ്യും? 6 മാസം കാത്തിരിക്കാം. പക്ഷേ വൈതാളികന്മാർ എങ്ങനെ അടങ്ങിയിരിക്കും? അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു, മോദി പ്രധാനമന്ത്രിയാകില്ല. നിതീഷും നായിഡുവും കാലുവാരും. രണ്ടുപേരും മോദിയെ വിറപ്പിക്കുന്നു. 5 ക്യാബിനറ്റുകൾ ചോദിക്കുന്നു, സ്പീക്കർ സ്ഥാനം ചോദിക്കുന്നു. മോദി മുട്ടിലിഴയുന്നു. എന്തൊക്കെയായിരുന്നു പുകില്? മോദി പ്രധാനമന്ത്രിയാകുന്നത് കാണാനുള്ള ത്രാണിയില്ലാത്തതിനാൽ സത്യപ്രതിജ്ഞ ചടങ്ങ് ബഹിഷ്കരിച്ച് വീട്ടിലിരുന്നു ഇന്ത്യ. എല്ലാം ഒരുവിധം കെട്ടടങ്ങി എന്ന് കരുതിയിരിക്കുമ്പോഴാണ് പുതിയ പ്രഖ്യാപനം വരുന്നത്. കോൺഗ്രസിന്റെ കൊടിക്കുന്നിൽ സുരേഷ് പ്രോടൈം സ്പീക്കറാകും. പ്രധാനമന്ത്രിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ആരാണ് പ്രഖ്യാപിച്ചത്? കോൺഗ്രസ് തന്നെ. പ്രധാനമന്ത്രി സ്ഥാനമോ നഷ്ടപ്പെട്ടു, പ്രോടൈം സ്പീക്കർ ആകാമല്ലോ. കൊടിക്കുന്നിലിന്റെ അപദാനങ്ങൾ വാഴ്ത്തിപ്പാടി മാധ്യമങ്ങൾ. പക്ഷെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നപ്പോൾ കൊടിക്കുന്നിൽ ഔട്ട്. BJP MP ഭർത്തൃഹരി മഹ്താബ് പ്രോടൈം സ്പീക്കറാകും. കട്ടക് മണ്ഡലത്തിൽ നിന്നും 7 തവണ തുടർച്ചയായി വിജയിച്ച ആളാണ് ഭർത്തൃഹരി. മോഹൻലാലിന്റെ നായയുടെ തലയിൽ തേങ്ങ വീണു എന്ന് പറയുന്ന പോലെയായി കാര്യങ്ങൾ. കരഞ്ഞു മെഴുകി രംഗത്തെത്തി നേതാക്കൾ. ഞങ്ങളുടെ കൊടിക്കുന്നിലെ തഴഞ്ഞേ, വിവേചനം കാണിച്ചേ, ഭരണഘടന ലംഘിച്ചേ, കീഴടക്കം തെറ്റിച്ചേ, കരച്ചിലോട് കരച്ചിൽ ഏറ്റെടുത്തു മാധ്യമങ്ങളും. സത്യത്തിൽ എന്താണുണ്ടായത്? പ്രോടൈം സ്പീക്കർ എന്നത് ഭരണഘടനാ പദവിയാണോ? ഭരണഘടനയുടെ ഏതെങ്കിലും തരത്തിലുള്ള ലംഘനം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? പ്രോടൈം സ്പീക്കർ എന്ന പദവി ഭരണഘടനയിൽ ഇല്ല. പ്രോടൈം സ്പീക്കറെ കുറിച്ച് പറയുന്നത് ഹാൻഡ്ബുക്ക് ഓൺ ദ വർക്കിംഗ് ഓഫ് മിനിസ്ട്രി ഫോർ പാർലമെന്ററി അഫയേഴ്സിലാണ്. അതിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ ഒരു അംഗത്തെ നിയോഗിക്കണം എന്നേ പറയുന്നുള്ളൂ. സീനിയർ അംഗം എന്ന് പറയുന്നില്ല. പാർലമെന്റ് നടപടികളെ കുറിച്ച് അറിയാവുന്ന ഏതെങ്കിലും ഒരംഗം മതിയെന്നർത്ഥം. കോൺഗ്രസിന്റെ ന്യായവാദങ്ങളെല്ലാം നനഞ്ഞ പടക്കം പോലെയായി. ജാതി പറഞ്ഞ് ശ്രദ്ധ നേടാനും ഇതിനിടെ കൊടിക്കുന്നിൽ മറന്നില്ല. താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ടാണ് എന്നെ താഴ്ന്നത്. ഒരു ഗോത്ര വനിത പ്രസിഡന്റ് ആയിരിക്കുന്ന പാർലമെന്റാണ് ഇന്ത്യയിലേത് എന്നോർക്കണം. ലോക്സഭാംഗമായി 7 തവണ തുടർച്ചയായി ഭരണം നടത്തിയ വ്യക്തിയെയാണ് പ്രോടൈം സ്പീക്കർ ആക്കിയതെന്ന് പറയുന്നു BJP. 8 തവണ വിജയിച്ചെങ്കിലും ഇതിനിടയിൽ 2 തവണ തോറ്റു കൊടിക്കുന്നില്ലെന്ന് പറയാതെ പറയുന്നു BJP. തെരഞ്ഞെടുപ്പിൽ തോറ്റ നിങ്ങൾ വിശ്രമിക്കൂ. എല്ലാത്തിനെയും കുറിച്ച് ആക്രോശിക്കുന്നതിന് പകരം തുടർച്ചയായ 3ാം തോൽവിയെക്കുറിച്ച് ചിന്തിക്കൂ എന്നാണ് BJPയുടെ പരിഹാസം. ഇങ്ങനെയൊക്കെയാണെങ്കിലും കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചിട്ടില്ല. ഡെപ്യൂട്ടി സ്പീക്കറിലാണ് അവരുടെ പ്രതീക്ഷ. ആ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകുക എന്നതാണ് കീഴ്വഴക്കം. പക്ഷെ അങ്ങനെ നിയമമൊന്നുമില്ല. BJPക്ക് കരുണ തോന്നിയാൽ കൊടുക്കാമെന്ന് മാത്രം. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഭരണകക്ഷി തന്നെ കയ്യാളിയാലും ഭരണഘടനാ ലംഘനമൊന്നുമില്ല. കോൺഗ്രസിന് കരഞ്ഞു മെഴുകി നോക്കിയിരിക്കാമെന്ന് മാത്രം. പിന്നെ ആകെ ഒരു ആശ്വാസമുള്ളത് പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടുമെന്നുള്ളതാണ്. കരഞ്ഞു പറഞ്ഞിട്ടും കഴിഞ്ഞ 10 വർഷവും കിട്ടാതിരുന്ന കനി. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയില്ലെങ്കിൽ എന്താ, പ്രതിപക്ഷ നേതാവായല്ലോ എന്ന് ആശ്വാസം കൊള്ളാം കോൺഗ്രസിന്.